ഗോൾഡൻ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും 4 കിലോമീറ്റർ മാത്രം ദൂരത്തായി നിൽക്കുന്ന 5.50 സെൻറ്റിൽ 4 ബെഡ്റൂമോടുകൂടി വരുന്ന കിഴക്കോട്ട് ഡയറക്ഷനോടുകൂടി വരുന്ന വിശാലമായ ഒരു ടാറിംഗ് റോഡിന് മുന്നിൽ നിൽക്കുന്ന ഒരു വീടിൻ്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നല്ല റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഈ വീട് 2018 പ്രളയം ബാധിക്കാത്ത ഒരു ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്നും നേരത്തെ പറഞ്ഞ പോലെ ഇൻഫോ പാർക്കിലേക്ക് 4 കിലോമീറ്ററും എടപ്പള്ളിയിലേക്ക് 7 കിലോമീറ്ററും ദൂരത്തായാണ് ഈ വീട്ടിൽ നിന്നുള്ള ദൂരം വരിക. നല്ലൊരു കൊളോണിയൽ സ്റ്റൈലിലാണ് വീടിൻ്റെ എലിവേഷൻ. ഫ്രണ്ടിലായി ടെക്സ്ചർ വർക്കുകളും ഗ്ലാഡിംഗ് ടൈലുകളെല്ലാം ഒട്ടിച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. വീടിൻ്റെ ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ മനോഹരമായ ചുറ്റുമതിൽ നമുക്ക് കാണാം. ഏകദേശം 6 മീറ്ററോളം വീതി വരുന്ന പഞ്ചായത്ത് ടാറിംഗ് റോഡിന് മുന്നിലായാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഒരു കോർണർ പ്ലോട്ട് ആയതുകൊണ്ട് തന്നെ നല്ലൊരു പ്രൈവസിയോടുകൂടി സ്ഥിതി ചെയ്യുന്ന ഒരു വീടാണ്. ബാക്ക് സൈഡിലും പ്ലോട്ടുകളും വീടുകളെല്ലാം സ്ഥിതി ചെയ്യുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് നിൽക്കുന്നത്. ഏകദേശം 17 അടിയോളം നീളം വരുന്ന സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന വലിപ്പമുള്ള ഒരു ഗേറ്റ് തന്നെയാണ് മുന്നിലായി കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് തുറന്ന് വീടിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ 3 വലിയ വണ്ടി പാർക്ക് ചെയ്യാവുന്ന ഒരു പ്രൊവിഷൻ വീടിൻ്റെ മുറ്റത്തായി ലഭിക്കുന്നുണ്ട്. കടപ്പ കല്ലാണ് ഇവിടെ വിരിച്ചിരിക്കുന്നത്. അവിടെ ഗ്രാസ് വരാനുണ്ട്. ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം ഇൻ്റർലോക്ക് കട്ടയാണ് വിരിച്ചിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തെല്ലാം മനോഹരമായി തന്നെയാണ് വർക്കുകളെല്ലാം ചെയ്തിട്ടുള്ളത്. ചെറിയ രീതിയിലുള്ള ഗാർഡനെല്ലാം സെറ്റ് ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കെ തന്നെ ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഈ വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സിനായിട്ട് കിണർ വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത്. വടക്കിഴക്കേ മൂലയിലായി കിണറിൻ്റെ സ്ഥാനം കാണാം. കൂടാതെ ബോർവെൽ കണക്ഷനും പൈപ്പ് കണക്ഷനും ഇവിടെ ലഭ്യമാണ്. അതിനായി ഫിറ്റ് ചെയ്തിട്ടുള്ള ഫിൽറ്ററാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. വീടിൻ്റെയും ഡോറിൻ്റെയും ഡയറക്ഷൻ വരുന്നത് കിഴക്ക് ഭാഗത്തേക്കായാണ്. വലിപ്പമുള്ളൊരു സിറ്റ് ഔട്ട് നമുക്ക് കാണാം. കവേഡോട് കൂടി വരുന്ന പോളികാർബൺ ഷീറ്റെല്ലാം ഉപയോഗിച്ചിട്ടുള്ളൊരു കാർ പോർച്ചാണ് നമ്മൾ നേരത്തെ കണ്ടത്. ഫ്രണ്ട് ഡോറും ജനലുകളെല്ലാം തേക്കിലാണ് ചെയ്തിരിക്കുന്നത്. മറ്റുള്ള മരങ്ങളെല്ലാം ആഞ്ഞിലിയും മഹാഗണിയുമാണ്. 2 സൈഡിലേക്കും തുറക്കാവുന്ന ഫോൾഡിങ്ങിന് തുറക്കാവുന്ന ഡോറ് തുറന്ന് നേരെ കയറി വരുന്നത് വലിപ്പമുള്ള വിശാലമായൊരു ഗസ്റ്റ് ലിവിംഗ് ഹാളിലേക്കാണ്. ഇവിടെ ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. ഫ്ലോറിങ്ങിനായി സൊമാനിയും ജാഗോറും കജാരിയുമാണ് ഇവിടെ ടൈലുകൾക്കായി യൂസ് ചെയ്തിരിക്കുന്നത്. വലിപ്പമുള്ള 2 ഭിത്തിയിലും വിൻഡോ എല്ലാം കൊടുത്തിട്ടുണ്ട്. നേരെ കാണുന്ന ഭിത്തിയിൽ മൾട്ടിവുഡിൽ തന്നെ നിർമ്മിച്ചിട്ടുള്ള TV യൂണിറ്റ് നമുക്ക് കാണാം. ഇവിടെ ഇലക്ട്രിസിറ്റിക്കായി 3 ഫേസ് കണക്ഷനാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ലെഗ്രാൻഡിൻ്റെ സ്വിച്ചും വിഗാർഡിൻ്റെ വയറുമാണ് ഇവിടെ ഇലക്ട്രിസിറ്റിക്കായി ഉപയോഗിച്ചിരിക്കുന്നത്. വിശാലമായൊരു ഡൈനിങ് ഹാളിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. 10ഓളം ചെയറിട്ടിരിക്കാവുന്ന വലിപ്പമുള്ള 2 ടേബിൾ ഇടാവുന്ന സ്പേസ് ഇവിടെ ലഭിക്കുന്നുണ്ട്. സ്റ്റെയർ കേസിൻ്റെ ഒരു ഉള്ളിലായി കോർണറിലായി മാറി നിൽക്കുന്ന രീതിയിലാണ് ഒരു വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ കിച്ചൻ്റെ ഭാഗത്തേക്ക് വരാം. ഡയറക്റ്റ് ഫുഡ് സെർവ് ചെയ്യാവുന്ന ഒരു രീതിയിലുള്ളൊരു ഓപ്പൺ ഏരിയ നമുക്ക് ഇവിടെ കാണാം. അവിടെ ഹാങ്ങിങ് ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ലൈറ്റ് ഗ്രേ കളറിൽ വരുന്ന കബോർഡ് വർക്കുകളിലാണ് കിച്ചണിൽ ചെയ്തിരിക്കുന്നത്. ഫ്ലോറിങ്ങിനായി മാറ്റ് ഫിനിഷിംഗ് വരുന്ന ടൈലുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. അടുപ്പ് കത്തിക്കുന്നതിൻ്റെ ഡയറക്ഷൻ വരുന്നത് കിഴക്ക് ഭാഗത്തേക്ക് തന്നെയാണ്. കിച്ചൺ കൂടാതെ സെപ്പറേറ്റ് ആയൊരു വർക്ക് ഏരിയ സ്പേസും ലഭിക്കുന്നുണ്ട്. 100% വാസ്തുശാസ്ത്ര പ്രകാരം തന്നെയാണ് വീട് നിർമ്മാണം. ഇനി നമുക്ക് ബെഡ്റൂമിലേക്ക് വരാം. 140ഓളം സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഒരു ബെഡ്റൂമാണ്. ഇവിടെ ഒരു കോർണറിൽ ഒതുങ്ങി മാറി നിൽക്കുന്ന രീതിയിൽ കബോർഡ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം എല്ലാം കൊടുത്തു തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. നല്ലൊരു സ്റ്റാൻഡേർഡ് രീതിയിൽ പണിതിട്ടുള്ളൊരു വീടാണ്. വലിപ്പമുള്ളൊരു ബാത്റൂം ഇവിടെ ലഭ്യമാണ്. കൺസീൽഡ് ഫ്ലഷ് ടാങ്കും ക്ലോസറ്റ് എല്ലാം കൊടുത്താണ് ഇവിടെ ബാത്റൂം നിർമ്മിച്ചിരിക്കുന്നത്. സെറ ബ്രാൻഡാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ 2ാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. ഇത് ഏകദേശം 120ഓളം സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഒരു ബെഡ്റൂമാണ്. ഇവിടെയും 2 ഭിത്തിയിലും വിൻഡോ എല്ലാം കൊടുത്തിട്ടുണ്ട്. കബോർഡ് വർക്കും അറ്റാച്ച്ഡ് ബാത്റൂമും ഇവിടെയും ലഭ്യമാണ്. എറണാകുളം ജില്ലയുടെ തന്നെ എല്ലാ ഭാഗത്തേക്കും ഈസി ആക്സസ് ലഭിക്കുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് നിൽക്കുന്നത്. സ്റ്റെയർ കേസിൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ജിയുടെ പൈപ്പും വുഡുമാണ് ഹാൻഡ് റെയിലിനായി ഉപയോഗിച്ചിട്ടുള്ളത്. സ്റ്റെയർ കേസിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റും ഉപയോഗിച്ചിട്ടുണ്ട്. സ്റ്റെപ്പ് കയറി നേരെ വരുന്നത് വിശാലമായൊരു ഹോളിലേക്കാണ്. നല്ല വലിപ്പമുള്ള ഒരു ഹോൾ ഇവിടെ ലഭിക്കുന്നുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകളും LED ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയാണ് ആ ഒരു ഏരിയ കവർ ചെയ്തിരിക്കുന്നത്. ഇവിടെയായി ഒരു TV യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. മനോഹരമായൊരു മോഡേൺ സ്റ്റൈലിൽ വരുന്ന TV യൂണിറ്റ് തന്നെയാണ്. മുകളിലെ നിലയിൽ 2 ബെഡ്റൂമും ബാൽക്കണിയും ആണ് ലഭിക്കുക. നമുക്ക് ബെഡ്റൂമിലേക്ക് പോയി നോക്കാം. ഈ ബെഡ്റൂം താഴെ കണ്ട ബെഡ്റൂമിൻ്റെ സെയിം അളവിൽ തന്നെ ലഭിക്കുന്ന ബെഡ്റൂമാണ്. അതുകൊണ്ട് തന്നെ മുകളിലെ 2 ബെഡ്റൂമും നല്ല വലിപ്പത്തിൽ ലഭിക്കുന്നുണ്ട്.
ഇത് ഏകദേശം 140ഓളം സ്ക്വയർ ഫീറ്റിൽ വരുന്ന ബെഡ്റൂമാണ്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. വലിപ്പമുള്ള ഒരു ബാത്റൂം ഇവിടെയും ലഭ്യമാണ്. ഇനി നമുക്ക് വീടിൻ്റെ നാലാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്ക് വരാം. അത് ഇവിടെയാണ് വരിക. ഇത് ഏകദേശം 130ഓളം സ്ക്വയർ ഫീറ്റിൽ വരുന്ന ബെഡ്റൂമാണ്. ഇവിടെയും നമുക്ക് കാണാം അറ്റാച്ച്ഡ് ബാത്റൂമും കബോർഡ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. കബോർഡ് വർക്ക് വരുന്നത് ഈ ഒരു ഭാഗത്തായാണ്. ഈ ഒരു ഡോറിൻ്റെ ബാക്ക് സൈഡിലാണ് കബോർഡ് വർക്ക് വരുന്നത്. ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂമും വരുന്നുണ്ട്. ഇനി ഈ ഒരു ബെഡ്റൂമിന് അഡീഷണൽ ആയിട്ടൊരു ബാൽക്കണി ലഭിക്കുന്നുണ്ട്. ഇവിടെയാണ് ആ ഒരു ബാൽക്കണി വരിക. കബോർഡ് വർക്ക് ഡോറിൻ്റെ ബാക്കിലാണ്. ഈ സ്പേസിലാണ് ആ ബാൽക്കണി വരുന്നത്. ഇനി നമുക്ക് മെയിൻ ബാൽക്കണിയിലേക്കും യൂട്ടിലിറ്റി ഏരിയയിലേക്കുമാണ് പോവേണ്ടത്. നല്ലൊരു പ്രകൃതി ഭംഗിയോട് ഇണങ്ങിച്ചേർന്ന് നിൽക്കുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് നിൽക്കുന്നത്. ഇനി വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. കാക്കനാടിൽ നിന്ന് ഇൻഫോ പാർക്കിൽ നിന്ന് 4 കിലോമീറ്റർ മാത്രം ദൂരത്തായി നിൽക്കുന്ന 5.50 സെൻറ്റിൽ 2100 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോടുകൂടി വരുന്ന ഈ ഒരു വീടിന് ചോദിക്കുന്ന റേറ്റ് 1,22,00,000 രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. മറ്റുള്ള വിശദ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. മറ്റൊരു പുതിയ വീടുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി.